കേവലം ധ്യാനങ്ങളിൽ ഒതുങ്ങണം, പ്രാർത്ഥനകളിൽ ഒതുങ്ങണം, കേവലം ആ രൂപത്തിലുള്ള ആരാധനാലയങ്ങളിൽ ഒതുങ്ങണം. ഇസ്ലാമിൻ്റെ ആത്മീയത അങ്ങനെയല്ല. ജീവിതത്തിൻ്റെ പൂർണ്ണമായ സംസ്കരണമാണ് ഇസ്ലാം പറയുന്ന ആത്മീയത. അതുകൊണ്ട് തന്നെ ഒരാൾ എങ്ങനെയും സമ്പാദിച്ചോട്ടെ, പള്ളിയിൽ വന്നാൽ മതി എന്നുള്ള ആത്മീയത ഇസ്ലാമിലില്ല. എന്തും ഉടുത്തോട്ടെ, എങ്ങനെയും ഉടുത്തോട്ടെ, എന്നിട്ടൊന്ന് മക്കനയിട്ടാൽ മതി എന്ന ആത്മീയത ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെട്ടാൽ തങ്ങളുടെ ഈ സങ്കല്പനങ്ങൾ മുഴുവനും ഈ ആത്മീയതയുടെ ആളുകൾക്കും ഈ ഭൗതികതയുടെ ആളുകൾക്കും അറിയാം, യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ അത് തങ്ങളുടെ വരുതിയിൽ നിന്ന്, തങ്ങളുടെ കൈകളിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുകയാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പ്രാകൃതമായി അവതരിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ആദ്യം 1920 മുതൽ ആരംഭിച്ചതാണ് ഇസ്ലാമിലെ സ്ത്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്തവൾ, ഒരവകാശവുമില്ലാത്തവൾ, ചങ്ങലക്കെട്ടുകളാൽ വീർപ്പ് മുട്ടുന്നവൾ, പ്രയാസങ്ങളുടെ പാഠം കയറേണ്ടി വന്നവർ, അവൾക്ക് മോചനം കൊടുക്കാൻ പുരുഷാധിപത്യത്തിൻ്റെ ഇസ്ലാമിന് കഴിയുന്നില്ല എന്ന ആർപ്പ് വിളികൾ അല്ലേ? ലോകവ്യാപകമായി മീഡിയകൾ മുഴുവനും പെണ്ണ്, മുസ്ലിം പെണ്ണ് എന്ന് പറഞ്ഞാൽ അവളെക്കുറിച്ച് സഹതാപമില്ലാത്ത ആരുമില്ല. പക്ഷെ ഇങ്ങനെയെല്ലാമായിട്ടും അത്ഭുതകരമായ കാര്യം, യൂറോപ്യൻ നാടുകളിൽ ഇസ്ലാം സ്വീകരിക്കുന്ന 5 പേരിൽ 4 പെണ്ണുങ്ങളാണ്. ഇന്നലെ വരെ DJ-കളായിരുന്ന, ഇന്നലെ വരെ ഡിസ്കോ നർത്തകികളായിരുന്ന, ഇന്നലെ വരെ തുണി അഴിച്ചിട്ട് അഴിഞ്ഞാടി വീരുന്ന പെണ്ണുങ്ങൾ ഇസ്ലാമിൻ്റെ വസ്ത്രത്തിനുള്ളിൽ, ഇസ്ലാമിൻ്റെ മോചനത്തിൻ്റെ, ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള ആദർശത്തിനുള്ളിൽ വിമോചനം കാണുമ്പോൾ ഇവർ പുസ്തകം എഴുതി പോകുന്നു. ഇപ്പോൾ അടുത്ത് പുറത്തിറങ്ങിയൊരു പുസ്തകമുണ്ട്, ഒരു ന്യൂക്കർക്കാണ്, ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ന്യൂക്കർക്ക് എന്ന വനിതയാണ് അത് എഴുതിയിട്ടുള്ളത്. വിമൺ എംബ്രേസിങ് ഇസ്ലാം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അവരതിൻ്റെ പ്രീഫേസിൽ, അതിൻ്റെ ആമുഖത്തിൽ തന്നെ അവർ പറയുന്ന കാര്യമുണ്ട്, കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇസ്ലാം സ്ത്രീകൾ അടിച്ചമർത്തുന്നു എന്ന് വ്യാപകമായ പ്രചാരണം നടത്തിയിട്ടും ഇന്ന് യൂറോപ്യൻ നാടുകളിൽ ഇസ്ലാം സ്വീകരിക്കുന്ന 5 പേരിൽ 4 പെണ്ണുങ്ങളാണ് എന്നത് അത്ഭുതകരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയെല്ലാമായിട്ടും ഇസ്ലാമിൻ്റെ ഈ യഥാർത്ഥത്തിലുള്ള വിമോചനത്തിൽ എത്തിച്ചേരുന്ന യൂറോപ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തടഞ്ഞിട്ടില്ലെങ്കിൽ തങ്ങളുടെ കൈകളിൽ നിന്ന്, തങ്ങളുടെ ചൂഷണങ്ങളിൽ നിന്ന്, തങ്ങളുടെ അധീശത്വത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെടുമെന്ന് കൃത്യമായി ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇസ്ലാമിനെ തമസ്കരിക്കുന്നത് ആദർശപരമായി. അതാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകത്തെ ഞാൻ ഉദ്ധരിച്ചു. അവിടെ ഇസ്ലാമിനെ തമസ്കരിച്ചേ തീരൂ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചേ തീരൂ, അല്ലെങ്കിൽ ഇസ്ലാമിനെ ഗൗരവതരമായി പഠിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. ആ പഠിക്കുന്ന അവസ്ഥാവിശേഷത്തിൽ സ്വാഭാവികമായും ഇസ്ലാമിൽ ജനങ്ങൾ എത്തിച്ചേരും. ഇസ്ലാമിൽ ജനങ്ങൾ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തങ്ങളുടെ കൈകളിൽ നിന്ന് അവർ രക്ഷപ്പെടുക എന്നാണ്. അപ്പോൾ അത് തടയപ്പെടുക, അതിനു വേണ്ടിയാണ് ഈ തത്രപ്പാടുകളെല്ലാം. അതൊരു വശത്ത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, അത് ഞാൻ നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള അജണ്ട ഇതാണ്, ഇസ്ലാമിക ദഅവത്തിനെ തടഞ്ഞു നിർത്തലാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. അസ്സലാമു അലൈക്കും. ഞാൻ ഒരു അമുസ്ലിം സഹോദരനെ പ്രതിനിധീകരിച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹത്തിന് വരാൻ മടിയായതുകൊണ്ട്. അദ്ദേഹം എഴുതി തന്ന ചോദ്യം, ഒരു ഭാഗത്തു കൂടെ തല്ലുകയും മറുഭാഗത്തു കൂടെ തലോടുകയും ചെയ്യുക എന്നത് ഒരു തന്ത്രമാണ്. അതുകൊണ്ട് ഭീകരവാദമല്ല എന്ന് ഈ പറയുന്നതും ഒരു തന്ത്രമല്ലേ? ഒരു നുണ ആവർത്തിച്ച് പറയുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിക്കും ഗീബൽസ്. ഇസ്ലാം ഭീകരവാദമല്ല എന്നതും ഇങ്ങനെയാണോ? ഇസ്ലാം ഭീകരവാദമല്ല എന്ന് പറയുന്നത് ഒരു തന്ത്രമാണോ എന്നാണ് ചോദ്യം. തീർച്ചയായും അങ്ങനെ ധരിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ചോദ്യകർത്താവും മറ്റുള്ളവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയായിരുന്നെങ്കിൽ മുസ്ലിങ്ങളെയായിരുന്നില്ല ഈ വിഷയത്തിൽ ഇത്തരം ആളുകൾ ബോധവൽക്കരിക്കുക. പത്രങ്ങളിലായിരിക്കും ഞങ്ങളെല്ലാം കൂടുതൽ പ്രത്യക്ഷപ്പെടുക. എന്തുകൊണ്ടെന്നാൽ പത്രങ്ങളിലാണ്, അല്ലെങ്കിൽ മീഡിയകളിലാണ് ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ മെനയുന്ന ആളുകൾ പ്രധാനമായും പ്രത്യക്ഷപ്പെടുക. മറിച്ച് ഇസ്ലാം ഭീകരവാദമല്ല എന്നുള്ള സത്യം മുസ്ലിങ്ങളോട് പറയുകയും ഭീകരവാദത്തിലേക്ക് ആരെങ്കിലും ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മടക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് ഈ പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള പല ദൗത്യങ്ങളിലൊന്ന്. യഥാർത്ഥത്തിൽ
ഭീകരവാദത്തിനെതിരെ പൊതുസമൂഹത്തിൽ പറയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി മുസ്ലിം സമൂഹത്തിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളുടെ മാത്രമുള്ള പരിപാടികളിൽ, വിശേഷിച്ചും വെള്ളിയാഴ്ചകളിലെ ഖുതുബ പ്രഭാഷണങ്ങളിലെല്ലാം ബോധവൽക്കരിക്കുകയും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത് ഭീകരവാദമല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്ന്. അപ്പം അങ്ങനെയാകുമ്പോൾ കേവലം ഒരു തന്ത്രമല്ല ഇത്, കേവലം ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. മറിച്ച് പലപ്പോഴും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എടുത്തുദ്ധരിച്ചുകൊണ്ട് ഭീകരവാദത്തിന് ആർച്ചനികമായ അടിത്തറയുണ്ടാക്കാൻ, തീവ്രവാദത്തിന് താത്വികമായ പ്രാമാണികമായി തെളിവുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് കയറി ചെന്ന് ഇവർ പറയുന്ന തെളിവുകൾ യഥാർത്ഥത്തിൽ തെളിവുകളല്ല എന്ന് സമർത്ഥിക്കുവാനാണ് നമ്മളെല്ലാം ഈ തലക്കെട്ടിന് കീഴിൽ നടക്കുന്ന സ്നേഹസംവാദങ്ങളിൽ പ്രധാനമായും സമയം കണ്ടെത്താറുള്ളത് എന്ന് ഞങ്ങളുടെ CD-കൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെയാകുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലക്ഷ്യം ജനങ്ങളെ ഇസ്ലാമികമായി കൃത്യമായി നയിക്കുകയും യഥാർത്ഥത്തിൽ ഭീകരവാദം ഇസ്ലാമികമല്ല എന്നത് മാത്രമല്ല, ഇസ്ലാമിന് വിരുദ്ധമാണ് എന്നത് മാത്രമല്ല, മറിച്ച് മുസ്ലിങ്ങൾക്ക് നാശകരമാണ് എന്നും ഇത് ആത്മഹത്യാപരമാണ് എന്നും മുസ്ലിം സമൂഹത്തെ തടഞ്ഞു നിർത്തുക മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നുമുള്ള ആശയങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തന്ത്രമല്ല, സ്വതന്ത്രമാണ്, അവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കുറേ കാലമായി കേരളീയ സമൂഹം കാണുന്നതാണ്. അതിന് ഒരു ഹിഡൻ അജണ്ടയും ഒരു ഓപ്പൺ അജണ്ടയും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സഹോദരങ്ങളെ, ഈ വിഷയം ഇവിടെ പൂർണ്ണമാകുമ്പോൾ വളരെ വിനീതമായി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ച ഒരുപാട് മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കളുണ്ട്. അവരോട് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത്, ഇസ്ലാം ഭീകരവാദമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ജനങ്ങളുടെ ചിന്തയിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടിയുള്ള സാമ്രാജ്യത്വത്തിൻ്റെ മാനവികതയുടെ ശത്രുക്കളുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഈ മുദ്രാവാക്യങ്ങൾ തന്നെ ഉണ്ടാകുന്നത് എന്ന വസ്തുതയാണ് ഇവിടെ സമർത്ഥിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള സത്യാന്വേഷികളുടെ ശ്രദ്ധയിൽ നിന്ന്, അവരുടെ പരിഗണനയിൽ നിന്ന് ഇസ്ലാമിനെ അകറ്റി നിർത്തുവാൻ എന്താണ് കാരണമെന്ന് ഗൗരവതരമായി അന്വേഷിക്കുവാൻ നിങ്ങൾ സന്നദ്ധമാകണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. സഹോദരങ്ങളെ, ഇത്തരം വിഷയങ്ങളാണെങ്കിലും മറ്റു വിഷയങ്ങളാണെങ്കിലും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ജനങ്ങളെ സത്യത്തിലൂടെ നയിക്കുക എന്നതാണ്. സത്യത്തിലൂടെ നയിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ആത്യന്തികമായി മരണാനന്തര ജീവിതത്തിലെ രക്ഷയിലേക്ക് എല്ലാ മനുഷ്യരെയും ക്ഷണിക്കുകയും നയിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മളിവിടെ ജീവിക്കുന്നു എന്നത് എത്രത്തോളം വലിയ സത്യമാണോ അതേപോലെ വലിയ സത്യമാണ് നാളെ മരിച്ചതിന് ശേഷം നമ്മൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നുള്ളത്. അവിടെ രക്ഷാശിക്ഷകളുണ്ട് എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ അമൂല്യമായ ജീവിതം, ആ ജീവിതം കേവലം തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും കഴിയാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം മരണാനന്തര ജീവിതത്തിലെ സ്വർഗപ്രവേശം, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ്. നിങ്ങളത് തിരിച്ചറിയുക. അതിൻ്റെ കൂടുതൽ പഠനത്തിന് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുക. ഖുർആനിൻ്റെ പരിഭാഷ ഉപലബ്ധമാണ്. കൂടുതൽ പഠിക്കാൻ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പാലക്കാട് സെൻ്ററുണ്ട്, പെട്രോൾ ബങ്കിന് പിൻവശത്ത്. നിങ്ങൾ അതുമായി ബന്ധപ്പെടുക. അതല്ലെങ്കിൽ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ കേന്ദ്ര ഓഫീസ് കൊച്ചിയിലാണ്, എറണാകുളത്താണ്. അതിൻ്റെ വിലാസം ഞങ്ങളുടെ പവലിയൻ ഉണ്ട് ഇവിടെ, അവിടെ നിന്ന് ലഭിക്കും. നിങ്ങൾ ബന്ധപ്പെടുക എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ മുസ്ലിം സുഹൃത്തുക്കളോട്, സുഹൃത്തുക്കളെ, ഇസ്ലാം ഭീകരവാദമാണ് എന്നുള്ള ആരോപണം വ്യാപകമായി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ സ്നേഹ സന്ദേശം, കാരുണ്യത്തിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാനാണ് നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടിയാകണം നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ പ്രവർത്തനങ്ങളുമെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൂടിയിരുന്നത് പോലെ നാളെ അവൻ്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗ്ഗലോകത്ത് കൂടിയിരിക്കാൻ, സന്തോഷിക്കാൻ, സ്നേഹിക്കുവാൻ, സ്നേഹിക്കപ്പെടാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്.
ഈ ബാധ്യത നിർവഹിക്കും.